ഹൈ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ DLED കോഴ്സിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വീക്ക് ആയിട്ടുണ്ട്. അപ്പം എനിക്കുണ്ടായ അഡ്മിഷൻ സമയത്തുണ്ടായ എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഡ്മിഷൻ സമയത്തുണ്ടായ ഫീസും കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ DLED കോഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, സിലബസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, എൻ്റെ കോളേജ് എന്ന് പറയുന്നത് ഡയറ്റ് കൊട്ടാരക്കരയാണ്. ഡയറ്റ് കൊട്ടാരക്കരയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ എത്ര മാർക്കുള്ളവർക്ക് ഡയറ്റിൽ കിട്ടും എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല കട്ട് ഓഫ് ഒക്കെ ഈ പറയുന്ന ഡയറ്റിന് വേണ്ടി വരും. എനിക്ക് 95 ആയിരുന്നു. ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പം 95 ഹ്യൂമാനിറ്റീസ് പ്ലസ് EWSും കൂടെ ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞ ഡയറ്റിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൊല്ലം ജില്ലയിലെ മെറിറ്റ് ലിസ്റ്റിൽ 25ാമത്തെ റാങ്ക് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം നമുക്ക് പേഴ്സണലി ഈ പറഞ്ഞ ഇൻ്റർവ്യൂ മെമ്മോയും കാര്യങ്ങളും ഒക്കെ വരും. ഇൻ്റർവ്യൂ കഴിയും. ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ നമ്മളോട് ചോദിക്കും എവിടെയാണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ 2 ഓപ്ഷനെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൊട്ടാരക്കര ഡയറ്റും കൊല്ലം TTIയും മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കൊട്ടാരക്കര മതി എന്ന് പറഞ്ഞു. സോ എനിക്ക് കൊട്ടാരക്കര തന്നെ കിട്ടി. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കൊട്ടാരക്കര ഡയറ്റിൽ വന്നിട്ട് അഡ്മിഷനും കാര്യങ്ങളും എടുക്കുമായിരുന്നു. അപ്പം അവിടെ നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമാണ് നമ്മൾ കൊടുക്കുന്നത്. 10th സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ റിസർവേഷൻ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കണം. പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കണം. പിന്നെ 10ലെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊണ്ടുപോകണം. അതില്ലാന്നുണ്ടെങ്കിൽ അവർ 2 ദിവസം കഴിഞ്ഞ് കൊടുത്താലും മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തരും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. സോ ഇത്രയും കാര്യങ്ങളുമാണ് ഈ പറഞ്ഞ അഡ്മിഷൻ സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ. സോ അഡ്മിഷൻ സമയത്ത് എത്ര രൂപ ആകും, ഫീസായിട്ട് എത്ര രൂപയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറ്റിൽ കൊട്ടാരക്കരയിൽ ഇപ്പം 2025-27 ബാച്ച് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 2080 രൂപയാണ്. 2080 രൂപയാണ് നമുക്ക് ഫീസായിട്ട് അഡ്മിഷൻ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. പിന്നെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇതാണ് ബേസിക്കായിട്ടും അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫീസിൻ്റെ കാര്യങ്ങളും ഇതാണ്. പിന്നെ ഈ പറഞ്ഞ ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസാണ് 2080 രൂപ എന്ന് പറയുന്നത്. വേറെ അല്ലാതെ ഫീസും കാര്യങ്ങളും ഒന്നും വാങ്ങിക്കത്തില്ല അവർ. പിന്നെ ഡയറ്റിൽ അങ്ങനെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ യൂണിഫോം ഫീസ്, അതുപോലെ തന്നെ ID കാർഡ്, നമ്മുടെ ബുക്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ. സോ അതൊക്കെ വേറെയാണ്. അതൊക്കെ വാങ്ങിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഓക്കെ, സോ അത് ഇപ്പം എന്നാ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ടീച്ചേഴ്സ് നമ്മളോട് പറയും, നിങ്ങളൊരു കമ്മിറ്റി, ഇപ്പം യൂണിഫോം ആണെങ്കിൽ യൂണിഫോം കമ്മിറ്റി ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ പോയി എടുത്തോളാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എടുക്കുന്ന രീതിയിൽ എടുത്തോളാൻ വേണ്ടി നമ്മളോട് പറയുവാണ്. പിന്നെ നമ്മളാണ് അത് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ. സോ അപ്പോൾ ഞങ്ങളുടെ യൂണിഫോം കമ്മിറ്റിയൊക്കെ ഇപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 1 വീക്കിനുള്ളിൽ എടുക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പം സെറ്റാക്കിയിട്ടുള്ളത്. അതിനുശേഷം ID കാർഡും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സും അങ്ങനെയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് പൈസ കുറച്ച് കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നത്. സോ അത് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും എനിക്കൊന്ന് വ്യത്യാസമായിരിക്കും. ഈ പറഞ്ഞ സെൽഫ് ഫിനാൻസ് ഒക്കെ എനിക്കൊന്ന് അവിടെ നിന്ന് തന്നെ ആയിരിക്കും തരുന്നുണ്ടാവുക. അതെനിക്ക് അറിഞ്ഞുകൂടാ. സോ ഡയറ്റിൽ ഇങ്ങനെയാണ്. നമ്മളോട് പറയും, നമ്മൾ തന്നെ പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്ന രീതിയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വേറെ ഫീസോ കാര്യങ്ങളോ അല്ലാതെ അടയ്ക്കുകയോ അല്ലാതെ സെയിം ഫീസോ കാര്യങ്ങളോ ഒന്നും ഈ പറഞ്ഞ ഡയറ്റിലില്ല. ഓക്കെ ഗോയ്സ്, പിന്നുള്ളത് നമുക്ക് ആകെ 2 വർഷമാണുള്ളത്. 2 വർഷം കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആകെ 4 സെമസ്റ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്നതിലുപരി 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, ഇത് കൂടാതെ 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുള്ളൂ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ക്യാമ്പാണ്. 15 ദിവസത്തെ ക്യാമ്പുണ്ട്. ഈ ക്യാമ്പ് കമ്പൽസറി ആണ്, ആർക്കും വരാതിരിക്കാൻ പറ്റത്തില്ല. ഈ 15 ദിവസത്തെ ക്യാമ്പ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനെ 15 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. പിന്നുള്ളത് ഇൻറ്റേൺഷിപ്പാണ്. ഇൻറ്റേൺഷിപ്പ് നമുക്ക് ആദ്യത്തെ സെമ്മിൽ, ഫസ്റ്റ് സെമ്മിൽ 5 ദിവസത്തെ ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. അത് LP സ്കൂളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് സെമ്മിൽ 5 ദിവസത്തെ ഇൻറ്റേൺഷിപ്പാണ് ചെയ്യേണ്ടത്. അത് UP സ്കൂളിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, തേർഡ് സെമ്മിൽ
സ്കൂളിൽ 45 ദിവസത്തെ ഇന്റേൺഷിപ്പാണ് വരുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത് LP സ്കൂളിലാണ്. ഓക്കെ. ഇനി 4th സെമ്മിൽ വരുന്നത് 45 ദിവസത്തെ ഇന്റേൺഷിപ്പാണ്. അത് ചെയ്യേണ്ടത് UP സ്കൂളിലാണ്. ഓക്കെ. സോ ഇങ്ങനാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. ഈ ഇന്റേൺഷിപ്പും നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. പിന്നെ ഉള്ളത് ടൂറാണ്. ഓക്കെ. ടൂറ് അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, എല്ലാവരും പോകുന്ന കാര്യമാണ്. സോ ടൂറും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പഠിക്കുന്നു അല്ലെങ്കിൽ എക്സാം എഴുതുന്നു എന്നതിലുപരി ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് ഈ പറഞ്ഞ DLED എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പിന്നെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ പഠിച്ചു വന്ന രീതികളോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു കോഴ്സിന് വേണ്ടതെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളെ എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. നമ്മൾ ഇന്നത് പഠിക്കണം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് നമ്മളെ ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ട്സ് തരുന്നു, ഇന്നത് കാണിച്ചു തരുന്നു. അപ്പോൾ അത് നമുക്ക് കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ. പക്ഷേ ഇതുവരെ നമ്മൾ ഫോളോ ചെയ്ത് വന്ന ആ ഒരു രീതിയോ കാര്യങ്ങളോ അല്ല ഈ ഒരു കോഴ്സിന് വേണ്ടത്. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ അവർ നമ്മളെ ഗൈഡ് ചെയ്യുള്ളൂ. ഓക്കെ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ. കാരണം നമ്മൾ അധ്യാപക വിദ്യാർത്ഥികളാണ്. ഓക്കെ. അധ്യാപകരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല, വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഓക്കെ. അതിന് രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ നമ്മളെ ആരും ഇങ്ങനെ പഠിക്കുക പറയാനോ അല്ലെങ്കിൽ നോട്ട്സ് തരാനോ ഒന്നും ആരും കാണില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ആക്ടിവിറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി കറക്റ്റ് ദിവസം അത് സബ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇങ്ങനെയാണ് പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ആകെ നമുക്ക് 4 സെമസ്റ്ററാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആകെ 9 പേപ്പേഴ്സാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 മുതൽ 109 വരെയുള്ള പേപ്പേഴ്സാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിന് വേണ്ടത്. ഓക്കെ. ഇതിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് 101 വിദ്യാഭ്യാസ മനഃശാസ്ത്രം സിദ്ധാന്തവും പ്രയോഗവും. ഓക്കെ. അങ്ങനെ ഒന്നാമത്തെ പേപ്പർ അതാണ്. ഇതിന് ആകെ ടോട്ടൽ 70 മാർക്ക്, എക്സാമിലൂടെ 70 മാർക്കും നിരന്തര വിലയിരുത്തലിനകത്ത് 20 മാർക്ക്, അങ്ങനെ ആകെ 90 മാർക്കിനാണ് ടോട്ടൽ 90 മാർക്കിനാണ് എക്സാം ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതിയെടുക്കേണ്ടത് 70ഉം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ വിലയിരുത്തലിനകത്ത് കിട്ടുന്നത് 20 മാർക്കും. അങ്ങനെ ആകെ 90 മാർക്കിനാണ് ഈ ഒരു പേപ്പർ എക്സാം ഉള്ളത്. ഓക്കെ. പിന്നെ ഉള്ള രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് 102ാമത്തെ പേപ്പറാണ്. എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ദാർശനികവും സാമൂഹികവും ചരിത്രപരവുമായ അടിത്തറ എന്നുള്ളതാണ്. ഇതും സെയിം അതുപോലെ തന്നെയാണ്. ടോട്ടൽ 90 മാർക്കാണ് ടോട്ടൽ ഉള്ളതെന്ന് പറയുന്നത്. എക്സാമിലൂടെ എഴുതി എടുക്കേണ്ടത് 20ഉം പിന്നെ നിരന്തരമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിലൂടെ നമ്മുടെ CE മാർക്ക് എന്നൊക്കെ പറയില്ലേ, സോ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്നും കിട്ടുന്ന മാർക്ക്. ഓക്കെ. സോ ആ മാർക്ക് 20 മാർക്കാണ്. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് 90 മാർക്കിനാണ് നമുക്ക് എക്സാം ഉള്ളത്. ഓക്കെ. ഇതാണ് 101ഉം 102ഉം പേപ്പർ. പിന്നെ അങ്ങോട്ടുള്ള പേപ്പേഴ്സിനൊക്കെ നമുക്ക് എക്സാം ഇല്ല. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് നമുക്ക് മാർക്ക് ഇടുവാണ്. ഓക്കെ. നമ്മൾ എഴുതിയെടുക്കേണ്ട പേപ്പേഴ്സ് 101ഉം 102ഉമാണ്. പിന്നെ 103ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് മലയാളം ഭാഷയും കുട്ടിയും എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഇതിന് നമുക്ക് എക്സാം ഇല്ല. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ചായിരിക്കും മാർക്ക് ഉണ്ടാവുക. സോ അത് 10 മാർക്കാണ് നമുക്ക് ആകെ ഉള്ളത്. ഓക്കെ. അപ്പോൾ 103 എന്ന് പറയുന്നത് മലയാളം ഭാഷയും കുട്ടിയും എന്നാണ്, 10 മാർക്കാണുള്ളത്. ഓക്കെ. 104ാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇതിനും സെയിം അതുപോലെ തന്നെ മാർക്കുള്ളത് 10 മാർക്കാണുള്ളത്. ഓക്കെ. 105ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഗണിതം പഠനവും ബോധനവും, അങ്ങനൊരു പേപ്പറാണുള്ളത്. ഗണിതം പഠനവും ബോധനവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണുള്ളത്. അതും സെയിം അതുപോലെ തന്നെ 10 മാർക്കാണ് അതിനുമുള്ളത്. ഓക്കെ. പിന്നെ 106ാമത്തെ പേപ്പർ. ഓക്കെ. 106ാമത്തെ പേപ്പറാണ് പരിസരവും പഠനവും എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ ടോട്ടൽ മാർക്കുള്ളത് 20 മാർക്കാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 100 മുതൽ 106 വരെയുള്ളത് പറഞ്ഞു. ഇനി 107ാമത്തേതെന്ന് പറയുന്നത് വിവരവിനിമയ സാങ്കേതിക വിദ്യയും സാധ്യതയും പ്രയോഗവും. ഓക്കെ. ഈ ഒരു പേപ്പറാണ്. ഈ പേപ്പർ ആകെയുള്ളത് നമ്മുടെ ടോട്ടൽ മറ്റ് സബ്ജക്റ്റിൻ്റെ കൂട്ട് തന്നെ 10 മാർക്കാണുള്ളത്. ഓക്കെ. 20 മാർക്കുള്ളത് നമ്മുടെ 106ാമത്തെ പേപ്പർ. 106ാമത്തെ പേപ്പറിന് മാത്രമേ 20 മാർക്കുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം 10 മാർക്ക് വീതമാണ്. പിന്നെ ഉള്ളത് 108ാമത്തേതാണ്. 108ാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ
കല, പ്രവൃത്തി വിദ്യാഭ്യാസം, സമീപനവും പ്രയോഗവും. ഓക്കെ, ഇതിന് ടോട്ടൽ 5 മാർക്കേ ഉള്ളൂ. ഓക്കെ, 5 മാർക്കാണ് ഇതിനുള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പേപ്പറാണ് 109ാമത്തെ പേപ്പർ. ഓക്കെ, 109ാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം. ഓക്കെ, ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഇതിന് നമുക്ക് 10 മാർക്കാണ് ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഉള്ളത് 101 മുതൽ 109 വരെയുള്ള പേപ്പറാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ആകെ പഠിക്കാനുള്ളത്. അപ്പോൾ 101നും 102നും മാത്രമേ എക്സാം ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ ആക്ടിവിറ്റീസും കാര്യങ്ങൾക്കും അതനുസരിച്ചാണ് നമുക്ക് മാർക്ക് വീഴുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിരിക്കേണ്ട 9 വിഷയങ്ങൾ. ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വീക്ക് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം സൈക്കോളജി, ഫിലോസഫി, മാത്സ് അങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റ് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം സൈക്കോളജി, ഫിലോസഫി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് ടീച്ചേഴ്സ് നമുക്ക് ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ നമുക്ക് കുറച്ച് അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയായിരുന്നു ഈ 1 വീക്കിനുള്ളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്സ് ഒക്കെ എടുക്കുമ്പം ഞങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്സിൻ്റെ നിർവചനം, വിവിധ ആൾക്കാരുടെ നിർവചനം എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, പിന്നെ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യന്മാരുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഒരു ബുക്കിൽ നമുക്ക് പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയുന്ന കാര്യമില്ല. നമുക്കുള്ളത് പ്രവർത്തന ഡയറി എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തന ഡയറിയിൽ ഇതേപോലെ ഈ പറഞ്ഞ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ തരുമ്പം ഈ പ്രവർത്തന ഡയറിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മാത്സിൻ്റെ ഇപ്പം നിർവചനം എഴുതുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞു, അത് എഴുതിക്കൊണ്ട് വരിക. അതുപോലെ തന്നെ മാത്സ് എന്ന് പറഞ്ഞ വിഷയത്തിന് മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എഴുതിക്കൊണ്ട് വരിക. പിന്നെ എന്തെങ്കിലും ഡിജിറ്റൽ ക്ലാസ്സൊക്കെ കണ്ടിട്ട് അതിൻ്റെ നിരീക്ഷണ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് വരിക. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമ്മൾ എഴുതേണ്ടത് ഈ പറഞ്ഞ പ്രവർത്തന ഡയറി എന്ന് പറയുന്ന നമ്മുടെ നോട്ട് ബുക്കിലാണ് നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് നോട്ട്സോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല. നമ്മൾ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ടീച്ചേഴ്സ് തരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇത്രയും നാൾ പഠിച്ചിട്ടുള്ള രീതികളോ അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ആ കാര്യങ്ങളോ ഒന്നുമല്ല. സോ അങ്ങനെ പ്രവർത്തന ഡയറി ഓരോരുത്തർക്കും ഓരോ വിഷയത്തെയും ഓരോ പ്രവർത്തന ഡയറിയാണുള്ളത്. സോ അങ്ങനെയാണ് ബേസിക്കായിട്ട് പറഞ്ഞാൽ ക്ലാസ് തുടങ്ങിയൊരു 1 വീക്ക് ഞങ്ങൾക്ക് തുടങ്ങിയിട്ടുള്ളതിൻ്റെ അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ സാധനങ്ങളെല്ലാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് 1 വീക്കിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ അടുത്ത ആഴ്ച ഇപ്പം പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ക്ലാസ് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പലർക്കും അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നേ ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന എന്താണ് പഠിക്കേണ്ടത്, നമ്മൾ ഇനി അഡ്മിഷൻ കിട്ടിയാലും ഏതൊക്കെ സബ്ജക്റ്റ് വേണം പഠിക്കാൻ, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, സോ അതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്ത കുറേ പേരുണ്ടായിരിക്കും. സോ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 വർഷ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഈ പറഞ്ഞ 2 വർഷത്തെ കാലയളവിൽ ഈ പറഞ്ഞ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം യൂസ്ഫുൾ ആയിക്കോട്ടെ, യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ അതിനെ